ഹായ് ഗൈസ്, ഹൗ ആർ യു? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മളിന്നൊരു പുതിയൊരു ഫാക്റ്റ് ചെക്ക് ചെയ്യാൻ പോവാണ്. നമ്മുടെ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഇനിയൊരു 3-4 മാസം കൂടെ ഉള്ളൂ ഗവൺമെൻറ്റിന്. അപ്പോഴത്തേക്ക് ഇതാ ഒരാൾ, ഒരു നേരത്തെ നമ്മുടെ ഗതാഗത മന്ത്രിയായിരുന്ന ആൻ്റണി രാജു ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. 3 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. അടിവസ്ത്ര കേസ് എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. നമുക്ക് എന്താണെന്നെങ്കിലും ഇതിൻ്റെ ഫാക്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, എല്ലാവരും വരൂ, നമുക്ക് നോക്കാം. ഈ കേസ് നടന്നിട്ട് 36 വർഷമായിരിക്കുകയാണ്. ഇന്ന് വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നൊരു വിഷയമാണ്. ഇതൊരു എവിഡൻസ് ടാമ്പറിങ് കേസാണ്. ഇത് 3 വർഷം ശിക്ഷ ആന്റണി രാജുവിന് കിട്ടിയിരിക്കുകയാണ്. ഒരു ഡ്രഗ് കേസാണിത്. അതൊരു വിദേശിയുടെ അണ്ടർവെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസാണ്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് വേഗം നോക്കിയാലോ. ആരാണ് ആന്റണി രാജു? ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ്, ഇടതു മുന്നണിയുടെ സഖ്യകക്ഷി, LDFിലെ മെയിനായിട്ടുള്ള ഒരു മുൻ ഗതാഗത മന്ത്രി, തിരുവനന്തപുരത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട MLA. പക്ഷെ വിവാദം തുടങ്ങുന്നത് 1990-ൽ. അന്ന് അദ്ദേഹം ഒരു ജൂനിയർ അഭിഭാഷകനായിരുന്നു. 1990-ൽ ഒരു ഓസ്ട്രേലിയൻ പൗരൻ തിരുവനന്തപുരത്ത് വിമാനത്തിൽ നിന്നും പിടിയിലാവുന്നു. അവനിൽ നിന്നും ഹാഷിഷ് ഓയിൽ പിടികൂടുന്നു. അത് ഒളിപ്പിച്ചിരുന്നത് അവൻ്റെ അണ്ടർവെയറിനുള്ളിലെന്നാണ് കേസ്. അവൻ്റെ അഭിഭാഷകരിൽ ഒരാൾ ആന്റണി രാജു. അപ്പീൽ ഹിയറിങ്ങിനിടയിൽ കോടതിയിൽ അവതരിപ്പിച്ച അണ്ടർവെയർ അവന് ചേരുന്നതായിരുന്നില്ല. അതാണ് അവനെ പുറത്തിറക്കാൻ കാരണമായത്. അതിനുശേഷം സംശയങ്ങൾ ഉയർന്നു. തെളിവ് കൈകാര്യം ചെയ്ത് മാറ്റിയോ? പിന്നീടുള്ള അന്വേഷണത്തിലെ ആരോപണങ്ങൾ, കോടതിയുടെ കസ്റ്റഡിയിലിരുന്ന അണ്ടർവെയർ എടുത്തു മാറ്റി, ചെറുതാക്കി അതൊന്ന് സ്റ്റിച്ച് ചെയ്ത്, അങ്ങനെയാണ് തെളിവ് ദുർബലപ്പെടുത്തിയത്. കോടതി ക്ലർക്ക് KC ജോസഫ് സഹപ്രതിയാണ്. ഇതിൽ ചുമതലപ്പെട്ട കുറ്റങ്ങൾ ക്രിമിനൽ കൺസ്പിറൻസി, തെളിവ് നശിപ്പിക്കൽ, വ്യാജ തെളിവ് സൃഷ്ടിക്കൽ, വിശ്വാസവഞ്ചന. എന്നാൽ കേസ് നീങ്ങി മുന്നോട്ടങ്ങ് പോയി വർഷങ്ങളോളം. കേസ് വൈകാൻ കാരണങ്ങൾ: സാങ്കേതികമായ തടസ്സങ്ങളുണ്ടാവും കേസിന്, പിന്നെ നിയമപരമായ അപേക്ഷകൾ വരുത്തുന്നുണ്ടാവും, പിന്നെ പ്രോസസ് ഡിലേകളുണ്ടാവും, പിന്നെ എസ്പെഷ്യലി ഇതൊരു മന്ത്രിയായി പുള്ളി. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇത് ഒരുപാട് ലേറ്റ് ആയത്. പിന്നെ 2023 ഹൈക്കോടതി ഇത് കേസ് റദ്ദാക്കി. പിന്നീട് 2024 നവംബറിൽ സുപ്രീം കോടതി കേസ് പുനഃസ്ഥാപിച്ചു. 1 വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി. അതിൻ്റെ ഫലമാണ് 2026 വിധി. 2026 കോടതി വിധി. ജനുവരി 3, 2026 നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആന്റണി രാജുവിന് 3 വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുന്നു. ശിക്ഷ 2 വർഷം കവിയുന്നതിനാൽ MLA പദവി നഷ്ടമാകും. തെരഞ്ഞെടുപ്പിൽ നിന്നും അയോഗ്യനാക്കപ്പെടും. രാജുവിന് അപ്പീൽ നൽകാൻ കോടതി അനുവദിച്ചിട്ടുണ്ട്. ആന്റണി രാജുവിൻ്റെ പ്രതികരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ആരോപണം പുള്ളി മൊത്തത്തിൽ നിഷേധിച്ചിട്ടുണ്ട്. വിധി നിയമപരമായി തെറ്റാണെന്ന് പറഞ്ഞിട്ട് അപ്പീൽ നൽകുമെന്ന് പ്രഖ്യാപിച്ചു. ഈ കേസിന് എന്താണ് പ്രാധാന്യം നമുക്ക് നോക്കിയാലോ. കോടതിയിലെ തെളിവ് കൈകാര്യം ചെയ്ത കേസാണിത്. 36 വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിൻ്റെ വിധി വരുന്നത്. ഒരു സജീവ രാഷ്ട്രീയ നേതാവിനെതിരെയുള്ള ശിക്ഷയാണ്. ഒരു അഡ്വക്കേറ്റിൻ്റെ ഉത്തരവാദിത്വം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഇവിടെ. നീതി വൈകിയെങ്കിലും എത്തി എന്നാണ് പറയേണ്ടത്, അല്ലെങ്കിൽ വളരെ വൈകിയ നീതിയാണോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കൂ. നമുക്ക് നോക്കാം.